ഞാൻ ആദ്യം ദിബിൻ ദാമോദരനിലേക്കാണ് പോകുന്നത്. ദിബിൻ, തെരഞ്ഞെടുപ്പ് വർഷം ആണ്. സാധാരണ നിലയിൽ കാലങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റുകളെക്കുറിച്ച് പൊതുവെ വിലയിരുത്തുന്നത് അതൊരു നിരുപദ്രവകരമായ ബജറ്റായിരിക്കും. ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ ബാധ്യതകൾ ഉണ്ടാക്കുന്ന ഒന്നാകണമെന്നില്ല. വലിയ പ്രഖ്യാപനങ്ങൾക്കടക്കം സാധ്യതകൾ കാണണമെന്നില്ല. ഒരു സർക്കാരിൻ്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത് എന്നതിൻ്റെ സൂചകം തന്നെയായി മാറും ഈ ബജറ്റ് എന്ന് വിലയിരുത്തപ്പെടാറുണ്ട്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് എങ്കിൽ അത്ര വലിയ പ്രഖ്യാപനങ്ങളുടെയൊന്നും ആവശ്യമില്ല ബജറ്റിൽ എന്ന് സാമ്പത്തിക മേഖലയിൽ ഉള്ളവർ നിരീക്ഷിക്കാറുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിൽ ആണ് എങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഈ ഇടക്കാല ബജറ്റിൻ്റെ ഒരു സ്വഭാവം, തെരഞ്ഞെടുപ്പ് ബജറ്റിൻ്റെ ഒരു സ്വഭാവം 2019 മാറിയിട്ടുണ്ട്. നേരത്തെ മിഥുൻ റിപ്പോർട്ട് ചെയ്ത PM കിസാൻ നിധി തന്നെ പ്രഖ്യാപിക്കപ്പെടുന്ന വർഷം അതായിരുന്നു. ഈ പീയൂഷ് ഗോയൽ അവതരിപ്പിച്ച ആ ബജറ്റോടു കൂടിയാണല്ലോ അങ്ങനെയുള്ള ചില കണക്കുകൂട്ടലുകൾ ഇല്ലാതാകുന്നത്. ഇതിപ്പോൾ കേന്ദ്ര സർക്കാരും അവകാശപ്പെടുന്നത് ഇതൊരു സമ്പൂർണ്ണ ബജറ്റാണ് എന്നാണ്. ടെക്നിക്കലി അത് നിലനിൽക്കുന്നതല്ല എങ്കിൽ പോലും എന്താണ് താങ്കളുടെ ഒരു പൊതു നിരീക്ഷണം? നമ്മൾ ഈ ഇടക്കാല ബജറ്റിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരു 15ാമത്തെ ഇടക്കാല ബജറ്റ് ആയിരിക്കും വരുന്നത്. വോട്ട് ഓൺ അക്കൗണ്ട് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ആത്യന്തികമായിട്ടൊരു ഇടക്കാല ബജറ്റ് തന്നെയായിരിക്കും. കാരണം വോട്ട് ഓൺ അക്കൗണ്ട് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊന്നും നടത്താനുള്ളൊരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് സർക്കാർ ഇടക്കാല ബജറ്റ് തന്നെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരത്തെ താങ്കൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ 2019 വളരെ NDA സർക്കാരിൻ്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള PM കിസാൻ നിധി എന്ന് പറഞ്ഞ് കർഷകർക്ക് 6000 രൂപ കൊടുക്കുന്ന ആനുകൂല്യമായിട്ട് കൊടുക്കുന്ന പദ്ധതി പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ അതുവരെ സാധാരണ നമ്മുടെ ഈ ഇടക്കാല ബജറ്റുകളിൽ എപ്പോഴും തീർത്തും ഒരു തെരഞ്ഞെടുപ്പ് വർഷം ആയതുകൊണ്ട് തന്നെ കുറച്ച് പോപ്പുലിസ്റ്റ് നയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്നുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വലിയ പ്രഖ്യാപനങ്ങളോ നികുതി ഘടനയിലെ വലിയ മാറ്റങ്ങളോ ഒന്നും നമ്മളങ്ങനെ സാധാരണ കണ്ടിട്ടില്ല. പക്ഷേ 2019 പീയൂഷ് ഗോയൽ വളരെ വ്യക്തമായിട്ട് PM കിസാൻ നിധി അനൗൺസ് ചെയ്തു. അതുപോലെ തന്നെ ആദായ നികുതിയുടെ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തി. പിന്നെ റെയിൽവേക്കും വലിയ ഒരു നീക്കിയിരിപ്പെല്ലാം അതിനകത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു 2019. അപ്പോൾ നമ്മളിപ്പോൾ 2024 എത്തി നിൽക്കുമ്പോൾ 2024 എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മോദി സർക്കാരിൻ്റെ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 2025 RSSന്റെ ശതാബ്ദി വർഷം കൂടിയാകുമ്പോൾ അറ്റ് എനി കോസ്റ്റ് അധികാരത്തിൽ വരിക മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ അധികാരത്തിൽ വരണം എന്നുള്ളൊരു ദൃഢനിശ്ചയം മോദി സർക്കാരിന് BJP ലക്ഷ്യം വെക്കുന്നത്. അതെ. അപ്പോൾ അത് പ്രാണപ്രതിഷ്ഠ അതിലടക്കം അത് വ്യക്തമായിരുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടാണ് സർക്കാർ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഇടക്കാല ബജറ്റാണെന്ന് പറയുമെങ്കിലും അതിനൊരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്തൊക്കെയാണ് ഒരു ഡയറക്ഷൻ ഇതിനകത്ത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യപ്പെടും. അപ്പോൾ മോദിയുടെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മോദി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉത്തർപ്രദേശിലാണെന്ന് തോന്നുന്നു. അതിനകത്ത് മോദി പറഞ്ഞത് ഫ്രീ ബീസ് അല്ലെങ്കിൽ സൗജന്യങ്ങൾ വാരി വിതറിക്കൊണ്ടുള്ള ഒരു സർക്കാരിന് പ്രതിപക്ഷ ഭരണത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഒരിക്കലും എന്താ പറയുക ഒരു വലിയ എക്സ്പ്രസ് വേകളോ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ സൗജന്യങ്ങൾ ഫ്രീ ബീസ് കൊടുക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സസ്റ്റൈനബിൾ ആയിട്ട് പോകുന്ന ഒരു സംഗതിയല്ല. അത് വെറുതെ വോട്ട് വാങ്ങിക്കാൻ അല്ലെങ്കിൽ വോട്ട് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു നീക്കമാണ്. അതിൽ സർക്കാർ വിശ്വസിക്കുന്നില്ല, മോദി സർക്കാർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ബജറ്റിൽ നമ്മളത് ഈ ബജറ്റിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പോപ്പുലിസ്റ്റ്, അപ്പോൾ മോദിയുടെ ഡെഫിനിഷനിലുള്ള പോപ്പുലിസ്റ്റ് നയങ്ങളായിരിക്കും ഫ്രീ ബീസിൻ്റെ ഡെഫിനിഷന് പുറത്ത് നിൽക്കുന്ന വെൽഫെയറിസും ഈ ഫ്രീ ബീസും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു ലൈൻ ഓഫ് ഡിഫറൻസ് എപ്പോഴും പലരും സൂചിപ്പിക്കാറുണ്ട്. പക്ഷേ അവിടെ ഫ്രീബീസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് തന്നെ പീയൂഷ് ഗോയലിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി PM കിസാൻ നിധിയെക്കുറിച്ചാണ്. അത് ഈ കർഷകരിലേക്ക് നേരിട്ട് 6000 രൂപ പ്രതിവർഷം എത്തുന്ന ഈ തരത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെ ആയിരുന്നില്ലേ?
ഒരുപക്ഷെ ഇത്രമേൽ വലിയൊരു പ്രഖ്യാപനം ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾ ക്ഷേമ പെൻഷൻ പോലെയുള്ളവ പ്രഖ്യാപിക്കാറുണ്ട്, അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ഈ വനിതകൾക്ക് അടക്കമുള്ള തൊഴിൽ മേഖലയിലേക്കൊക്കെ കാര്യമായ സംഭാവന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്, തൊഴിലുറപ്പ് പദ്ധതി പോലെ. പക്ഷേ ഇതത്തരം തടസ്സങ്ങളൊന്നുമില്ലാതെ നേരിട്ട് പണം പമ്പ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഇതേ സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ മോദി സർക്കാർ തന്നെയാണ് മാതൃകയാക്കി മാറ്റിയത്. അതെ അതെ. അപ്പൊ അതിനെ ഫ്രീബീസിന്റെ ഗണത്തിലാണോ മോദി സർക്കാർ പെടുത്തുന്നത്, അതോ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗണത്തിലാണോ? ഇതിന് രണ്ടിനും ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൊരു വാദമാണ് അതിന് BJP അല്ലെങ്കിൽ NDA ന്യായീകരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ആത്യന്തികമായിട്ട് ഇപ്പൊ ഈ ഒരു ബജറ്റിന്റെ ഒരു ചലഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ നിർമ്മലാ സീതാരാമന് മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഇപ്പൊ ഇതുവരെ നമ്മൾ മോദി സർക്കാരിന്റെ 9 വർഷക്കാലത്ത് കഴിഞ്ഞ ബജറ്റുകളൊക്കെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഒരു പരിഷ്കരണങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള കുറച്ചുകൂടി മാർക്കറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളുമാണ് എപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് 2019 ശേഷം നമ്മുടെ പിന്നെ ഇൻഫ്രാ മേഖലയ്ക്കെല്ലാം വളരെ വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഏകദേശം നമ്മുടെ കഴിഞ്ഞ ബജറ്റിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെ മൂലധന ചെലവിടൽ തന്നെ 10 ലക്ഷം കോടി രൂപയുടെ അടുത്ത്, അത് വളരെ വലിയ തുകയെന്ന് വെച്ചാൽ 2020 അല്ലെങ്കിൽ 2021 4 ലക്ഷം കോടി രൂപ ഉണ്ടായിരുന്നതാണ് 2024 എത്തി നിൽക്കുമ്പോൾ 10 ലക്ഷം കോടി രൂപയിലേക്ക് മൂലധനം ചെലവിടൽ ഉയർത്തിയത്. ഇതിന്റെ വലിയൊരു ശതമാനം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്കും പിന്നെ പ്രതിരോധ മേഖലയിലേക്കും ഒക്കെ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു ഘടനാപരമായിട്ടുള്ള പരിഷ്കരണങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കുറെ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഒക്കെയാണ് മോദി സർക്കാർ നടത്തിയിട്ടുള്ളത്. PM കിസാൻ നിധി ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട്. അപ്പൊ ഈ ബജറ്റിലൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പോപ്പുലിസ്റ്റ് നയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും വേണം, എന്നാൽ നരേന്ദ്രമോദി സർക്കാർ മാർക്കറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും വേണം. അപ്പോൾ ഇത് രണ്ടും കൂടി ബാലൻസ്ഡ് ആക്കിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ബജറ്റ് എന്നുള്ള രീതിയിലായിരിക്കും സ്വാഭാവികമായിട്ടും ഈ ബജറ്റിന് സർക്കാർ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിനകത്തും പിന്നെ റെയിൽവേയുടെ കാര്യത്തിനകത്തുമൊക്കെ അതിൻ്റെയൊക്കെ ഒരു മൊമെന്റം എന്തായാലും തുടരും. കാരണം അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രാജ്യത്തിന് വരുന്നൊരു 3 വർഷത്തേക്കെങ്കിലും ഒരു 7% ഗ്രോത്ത് റേറ്റ് സസ്റ്റെയിൻ ചെയ്യുക, നിലനിർത്തുക എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ ആത്യന്തികമായിട്ട് അതിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ കുറച്ച് പോപ്പുലിസ്റ്റ് നയങ്ങളും കൂടി ഉൾപ്പെടുത്തും. ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, കിസാൻ സമ്മാൻ നിധി പിന്നെ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ വനിതകൾക്ക് പിന്നെ അവർക്കുള്ള, എനിക്ക് തോന്നുന്നു വനിതാ കർഷകർക്ക് കുറച്ചുകൂടി കൂടുതൽ തുക കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ സർക്കാർ പറഞ്ഞ പോലെ തന്നെ 4 പോയിന്റിൽ കൃത്യമായിട്ട് ഊന്നി കൊണ്ടായിരിക്കും ഗ്യാൻ എന്നാണ് സർക്കാർ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഗ്യാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗരീബ്, യുവ, അന്നദാത, പിന്നെ നാരി എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെ ലക്ഷ്യമിട്ട് കുറേ ക്ഷേമ പദ്ധതികൾ, ഇതിനെല്ലാം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റ് ആവാനാണ് സാധ്യത. അപ്പോൾ അറ്റ് ദ സെയിം ടൈം എന്താ പറയുക, നമ്മുടെ മാർക്കറ്റ് ഫ്രണ്ട്ലി പോളിസീസിനോട് ഒരിക്കലും മുഖം തിരിഞ്ഞ് നിൽക്കില്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള സന്ദേശം നൽകാൻ കൂടി ഈ ബജറ്റ് ഉപയോഗപ്പെടുത്താനാണ് സാധ്യത. പിന്നെ ഏറ്റവും ആത്യന്തികമായിട്ട് മോദിക്ക് അല്ലെങ്കിൽ പിന്നെ ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മലാ സീതാരാമൻ പറയാൻ പോകുന്ന കാര്യം, ഇപ്പോൾ 2014 മോദി സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് മോർഗൻ സ്റ്റാൻലി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും ഫ്രെജൈൽ ആയിട്ടുള്ള 5 ഇക്കോണമീസിൽ എന്ന് വെച്ചാൽ ഏറ്റവും അസ്ഥിരപ്പെട്ട് നിൽക്കുന്ന 5 ഇക്കോണമീസിൽ ഒന്നാണ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ആ 2014 നിന്ന് 2024 എത്തി നിൽക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. അതിനോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും എന്താ പറയുക വലിയ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറി എന്നുള്ള ആ ഒരു പോയിന്റിൽ എംഫസൈസ് ചെയ്തുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിലായിരിക്കും ഈ ബജറ്റിനെ അഡ്രസ്സ് ചെയ്യാൻ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വർഷം ആയതുകൊണ്ട് തന്നെ ഈ ബജറ്റിനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ഉൾക്കൊണ്ടുപോയിട്ടുള്ള തീർത്തും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് പോളിസീസ് ആയിരിക്കും ഇതിനകത്ത് വരാൻ സാധ്യത. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ പ്രൊഫസർ